ഡൊണാൾഡ് ട്രംപിന് കാനഡയുടെ മേൽ കണ്ണുണ്ടോ? അമേരിക്കയുമായി കാനഡയെ കൂട്ടിച്ചേർക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു നിസ്സാര ചോദ്യമല്ല അല്ലേ? പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള അത്താഴ വിരുന്നിൽ നിയുക്ത US പ്രസിഡന്റ് കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുന്നതിനെക്കുറിച്ച് ഒരു തമാശ തട്ടി. അത് കേവലം തമാശയായി തള്ളാൻ പറ്റുമോ എന്നതാണ് കാര്യം. കാനഡയിൽ നിന്ന് വരുന്ന ചരക്കുകൾക്ക് തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ട്രൂഡോ സ്റ്റേറ്റ്സിലേക്ക് വച്ചുപിടിച്ചത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരു ഘട്ടത്തിൽ ചിലരെങ്കിലും ട്രംപിന്റെ തമാശയിൽ ആശങ്കാകുലരായത് എന്തുകൊണ്ടാണ്? ട്രംപ് തന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൊന്നായി കാനഡയിൽ നിന്നും അതുപോലെ മെക്സിക്കോയിൽ നിന്നും US പ്രവേശിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കാനഡയും മെക്സിക്കോയും അമേരിക്കയുമായുള്ള അതിർത്തി കടന്നുള്ള മയക്കുമരുന്നുകളുടെയും അതുപോലെ കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടഞ്ഞില്ലെങ്കിൽ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി. ഈ താരിഫുകൾ ഒഴിവാക്കാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായി ട്രൂഡോ നിയുക്ത പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിച്ചു. അങ്ങനെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ മാരലാഗോ എസ്റ്റേറ്റിൽ ട്രൂഡോ അത്താഴ വിരുന്നിന് എത്തി. പതിവ് പോലെ ചർച്ചകളും ഭക്ഷണവും ഒക്കെയായി നടന്നൊരു വിരുന്ന്. ട്രംപിനും ട്രൂഡോയ്ക്കുമൊപ്പം അത്താഴത്തിൽ ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി നോമിനി ലുട്നിക്, അതുപോലെ നോർത്ത് ഡെക്കോട്ട ഗവർണർ ഡഗ് ബർഗം, ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകാൻ ട്രംപ് തിരഞ്ഞെടുത്ത മൈക്ക് വാൾസും എന്നിവരുമുണ്ടായിരുന്നു. ചർച്ചയിൽ കാനഡ അമേരിക്ക വടക്കൻ അതിർത്തി മെക്സിക്കോയുമായുള്ള USന്റെ തെക്കൻ അതിർത്തി പോലെ ഒന്നുമല്ലെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ കനേഡിയൻ പ്രധാനമന്ത്രി നല്ലോണം ശ്രമിച്ചു. 25% താരിഫ് ഈടാക്കുന്നത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ട്രൂഡോ ട്രംപിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പിന് വിരുദ്ധമായി കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകണമെന്ന് ട്രംപ് ട്രൂഡോയോട് സൂചിപ്പിച്ചു. ട്രൂഡോയെ വിയർപ്പിച്ച തമാശയായിരുന്നു അത്. കൂടാതെ പ്രധാനമന്ത്രി കൂടുതൽ ഉയർന്ന പദവിയാണെങ്കിലും ട്രൂഡോ 51ാമത്തെ സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അപ്പോൾ ട്രംപ് പലതും കണക്കുകൂട്ടി പറഞ്ഞതായിരിക്കുമോ ഇത്? USന്റെ നിർണായക സഖ്യകക്ഷിയാണ് കാനഡ. CBCയുടെ കണക്കനുസരിച്ച് ഒട്ടാവ USന് പ്രതിദിനം 4 ദശലക്ഷം ബാരൽ എണ്ണ നൽകുന്നുണ്ട്. ശുദ്ധമായ ഊർജം, സ്മാർട്ട് ഫോണുകൾ മുതൽ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, രാസവളങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി എല്ലാത്തിലും ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളുടെ കരുതൽ കാനഡയിലുണ്ട്. കാനഡയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധാതു നിക്ഷേപമുണ്ട്. US അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിരോധിച്ച പശ്ചാത്തലത്തിൽ ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പ്രത്യേകം പറയണോ? 36 US സംസ്ഥാനങ്ങളിലേക്കുള്ള ഏറ്റവും മികച്ച കയറ്റുമതി കേന്ദ്രം കൂടിയാണ് കാനഡ. ഏകദേശം $2.7 ബില്യൺ ചരക്കുകളും സേവനങ്ങളും ഓരോ ദിവസവും. കാനഡ കഴിഞ്ഞ വർഷം മാത്രം $170 ബില്യൺ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ USന് വിറ്റിട്ടുണ്ട്. US ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 60% കാനഡയിൽ നിന്നാണ്. കൂടാതെ USലെ വൈദ്യുതി ഇറക്കുമതിയുടെ 85% കാനഡയിൽ നിന്നാണ്. USലേക്കുള്ള സ്റ്റീൽ, അലുമിനിയം, യുറേനിയം എന്നിവയുടെ ഏറ്റവും വലിയ വിദേശ വിതരണക്കാരൻ കൂടിയാണ് കാനഡ. ഒപ്പം ദേശീയ സുരക്ഷയ്ക്കായി പെന്റഗൺ ഉത്സാഹത്തോടെ നിക്ഷേപം നടത്തുന്ന 34 നിർണായക ധാതുക്കളും ലോഹങ്ങളും ഉണ്ട്. കാനഡയുടെ കയറ്റുമതിയുടെ 77% USലേക്കാണ്. ചിരിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യവും ചരിത്രവും ഇനിയാണ്. കനേഡിയൻ ദേശീയവാദികൾ തങ്ങളുടെ രാജ്യം 51ാമത്തെ സംസ്ഥാനമാകുന്നതിനെതിരെ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. 1988 തെരഞ്ഞെടുപ്പിൽ ആധിപത്യം പുലർത്തിയ ഭൂഖണ്ഡ സ്വാതന്ത്ര്യ വ്യാപാരത്തെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്കിടയിലാണ് വിഷയമുയർന്നത്. അക്കാലത്ത് USഉം കാനഡയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ചർച്ച ചെയ്യുകയും ഒപ്പിടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കനേഡിയൻ ഗവൺമെന്റ് കരാറിന് വേണ്ടി നിലകൊണ്ടു. അതേസമയം ലിബറലുകളും ന്യൂ ഡെമോക്രാറ്റുകളും കരാർ കാനഡയെ 51ാമത്തെ സംസ്ഥാനമായി മാറ്റുമെന്ന് ആരോപിച്ചിരുന്നു. പിന്നീട് ജോൺ ടർണറും ബ്രയാൻ മൾറോണിയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് കൺസർവേറ്റീവുകൾക്ക് വൻ വിജയത്തിന് കാരണമാവുകയും കനേഡിയൻ രാഷ്ട്രീയത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്തു. കാനഡയും USഉം മെക്സിക്കോയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പുനരാലോചിച്ചപ്പോൾ ട്രൂഡോയുടെ ഗവൺമെന്റ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒരു ടീം കാനഡ സമീപനം വിജയകരമായി പ്രയോഗിച്ചു. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാർ ഇപ്പോൾ രാഷ്ട്രീയമായി വളരെ ദുർബലമായ അവസ്ഥയിലാണ്. എന്തായാലും തമാശയാണെന്ന് തെല്ല് ഭയത്തോടെയാണെങ്കിലും നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും എല്ലാവരും അങ്ങനെ കരുതുന്നില്ല എന്നതാണ് വാസ്തവം.